ഓഫീസറെ വെറുപ്പിച്ച വിസ റിജക്ട് ചെയ്യുമെന്ന് എന്നോട് ആരോ പറഞ്ഞു. അങ്ങനെ ഇവരെ വെറുപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റേത്. ഞാൻ കാട്ട അഹങ്കാരവും അറഗൻസും. അവര് എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത്, എന്താണ് അമേരിക്കയോടുള്ള ഇഷ്ടം. ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. എനിക്കൊരു പടം വന്നു അവിടെ. അപ്പൊ അവന് എനിക്ക് പടം വന്നതല്ലേ അമേരിക്ക കുറിച്ചുള്ള ഡ്രീംസ് എന്താണ്. ഞാൻ പിന്നെ എന്തിനാ അമേരിക്ക ഡ്രീം, ഇതിനെക്കാളും വലിയ ഡ്രീമല്ല ഇന്ത്യ, ഇതിനേക്കാളും വലിയ രാജ്യമൊന്നുമല്ലോ എന്നുള്ള അമേരിക്ക. ഇങ്ങനെയാണ് എന്റെ ഡയലോഗ്. അപ്പൊ അപ്പുറത്തേക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജില് അല്ല ഒരു എഞ്ചിനീയർ അവിടെ ഇപ്പുറത്ത് പോണ എന്റെ ഇപ്പുറത്തെ കൗണ്ടർ അവൻ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്. എടാ തെണ്ടി, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ പോകാൻ ശ്രമിക്കുക, ഇവരുടെ കാലിരിക്കും, ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്. അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പ്രൊഡക്ഷൻ കമ്പനിയെ കുറിച്ച് അറിയാമോ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? എനിക്ക് പൈസ തന്നു ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ ഗുഡ്, യു ആർ എൻ ആക്ടർ, ഓക്കെ പറഞ്ഞ സാധനങ്ങൾ ഗുഡ്. അതും പോയി. അപ്പൊ ഇനി ഫ്ലൈറ്റിൽ കയറി പറ്റൂ. അതാണ്. അപ്പൊ അങ്ങനെ അവിടെ എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഈ ബണ്ടിൽ ഓഫ് എനർജികളെയാണ്, ഈ 10 എണ്ണത്തിന്. ഇവിടെ വരാത്തപ്പം സുനിത്തും രതീഷും രാജിയും രേഖയും അല്ലാതെ ശ്യാം, ബാല, സൗമ്യ, വിശ്വം, അഞ്ജലി, അങ്ങനെ കുറെ പേര്, ശിവ, ഒരുപാട് പേരുണ്ട്. ഇനിയും പറയാനുണ്ട് പേരുകൾ. പക്ഷെ ഇതൊരു കുടുംബമായി മാറി. നമ്മൾ മറ്റൊരു സിനിമയിലും നമുക്ക് തോന്നാത്ത ഒരു ആത്മബന്ധം എല്ലാവരോടും, ഒന്നൊഴിയാതെ എല്ലാവരോടും. അതൊരു ചെക്ക്മേറ്റ് ഗ്രൂപ്പായി മാറുകയും കഴിഞ്ഞ 1.5 വർഷമായി ഡെയിലി ചളു അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പായി. എനിക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലാത്തതാണ്. അതിലും പോയി പെട്ട് മൊത്തത്തിൽ എന്നെ താറുമാറാക്കിയ ഒരു ടീമാണിത്. പിന്നെ ഇവരെല്ലാം തന്നെ സിനിമ അല്ലെങ്കിൽ സിനിമ എടുക്കുക, ഇതിനപ്പുറം ഇവരെല്ലാം 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്ക്, 8 മണിക്കൂർ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്ന എല്ലാവരും പ്രൊഫഷണൽസ് ആണ്. എല്ലാവർക്കും ഒരു പറയാം, ടാക്സ് കുഴപ്പമില്ലെങ്കിൽ പറയാം, എല്ലാവർക്കും ഒരു 10 ലക്ഷത്തിന്റെ മേലെ മിനിമം സാലറി ഉള്ള ആൾക്കാരാണ് ഇതുങ്ങളെല്ലാം. ഇവര് 10 മണിക്കൂർ പോയി വർക്ക് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ പെണ്ണുങ്ങളാവുമ്പോൾ കുടുംബത്തിന് നോക്കണം, കുടുംബം നോക്കും. അതും കഴിഞ്ഞ് ഈ 10 മണിക്കൂർ ഒന്ന് ഷൂട്ട് ചെയ്യും. അപ്പൊ ഉറങ്ങുന്നില്ലേ? 3 മണിക്കൂർ 4 മണിക്കൂർ. ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും ഇതുങ്ങളൊന്നും 4 മണിക്കൂർ കൂടുതൽ ആ ഷൂട്ട് ചെയ്ത സമയത്ത് ഒന്നും ഉറങ്ങിയിട്ടില്ല. സീരിയസ്ലി? ഒരു സംശയമില്ല. ഇത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നോ നിങ്ങള്? അത് വെറുതെ ഒരു ഇതിന് പറഞ്ഞതല്ല. ഇത് എന്തുകൊണ്ട് ഇവർ ചില ഭ്രാന്തുകളായി പോവാന്ന് പറയില്ലേ, ചില വട്ട് കയറി അഭിനയിക്കാനുള്ള ഒരു ഇതാണെങ്കിലും പറയാൻ പറ്റില്ല. അങ്ങനെ സമാധാനിക്കാം. അപ്പൊ അത് തീർന്ന് പിന്നെ എവറി ഡേ വാസ് ലൈക്ക് ഒരു ഷൂട്ടിംഗ് എന്നുള്ളതിനേക്കാളേറെ നമ്മളെല്ലാം ചേർന്നൊരു ഇവര് ചേർന്നുണ്ടാക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ, വളരെ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ചേർന്നുണ്ടാക്കുന്ന ഒരു സിനിമ. സൂപ്പർ എനർജി.